ഇന്ന് ഗോഡ്വിൻ നേരിടുന്ന അസുഖം എന്തുവാ? ഇത് എപ്പിഡെർമോളിസിസ് ബുള്ളോസ, ഒരു സ്കിൻ ഡിസീസാണ്. ലോകത്തിലെ തന്നെ ഒരു റയറസ്റ്റ് ആയിട്ടുള്ള ഡിസീസാണ്. എന്തൊക്കെ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഈ ഒരു അസുഖത്തിലൂടെ? മുറിവുകളുണ്ട്, പിന്നെ ഡ്രസ്സ് ഇടാനുള്ള ബുദ്ധിമുട്ട് പറയാണെങ്കിൽ നമുക്ക് ഇന്ന് ഇന്റർവ്യൂക്ക് അതിന് പറ്റുള്ളൂ. ഒരു പനി വന്നാൽ തന്നെ നമുക്ക് ചിരിക്കാൻ പാടാ. അങ്ങനെ നോക്കുമ്പോൾ നിന്റെ ചിരിയാണ് നിന്റെ വിജയം. അത് കരഞ്ഞുകൊണ്ടിരുന്നിട്ടും വലിയ കാര്യമില്ലല്ലോ. ഇപ്പൊ വന്നുപോയാലും എന്ത് ചെയ്യാൻ പറ്റും? ഗോഡ്വിന്റെ ജീവിതത്തില് ഏറ്റവും സങ്കടത്തിലാഴ്ത്തിയ കഥകൾ എന്തൊക്കെയാ? അമ്മ മരിച്ചതെന്ന്. അമ്മ മരിക്കുന്ന എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ്. ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ഡ്രസ്സൊന്നും ഉപയോഗിക്കല് കുറവാ. ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഡ്രസ്സ് അതി കൊടുക്കുവായിരുന്നു. ഇതിലും ചെറിയ നിക്കടും ചില സമയത്ത് അതുണ്ടാവില്ല. അതില്ലെങ്കിൽ അസുഖം അല്ലേ? കാത്തിറക്കട്ടെ. രാസാത്തി വന്ന കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്. ഞാൻ ഒന്ന് ഹഗ് ചെയ്തോട്ടെ? പിന്നെന്താ, ഹഗ് ചെയ്തോ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജിൻ വർഗീസ്. സ്വന്തം പേരിൽ തന്നെ വിജയം കൈവരിച്ചവൻ, തന്റെ രോഗപ്രതിസന്ധിയെ തരണം ചെയ്തവൻ, ഇവനാണ് കേരളത്തിന്റെ സ്വന്തം മണിമുത്ത്. സ്വാഗതം ചെയ്യാം ഗോഡ്വിൻ. നമസ്കാരം. നമസ്കാരം. ഹാപ്പി അല്ലടാ? ഹാപ്പി. സുഖമായിട്ടിരിക്കുന്നു? അടിപൊളി. കണ്ടതിലൊക്കെ ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ഗോഡ്വിനെ കണ്ടത് ഇൻസ്റ്റാഗ്രാമിലൂടെ. ഇൻസ്റ്റാഗ്രാം ഈ ഗോഡ്വിന്റെ പാട്ട് കേട്ടാ കിട്ടുന്ന ഒരു രോമാഞ്ചം എൻ്റെ മുത്തേ. താങ്ക് യു. അപ്പം 6.7 മില്യൺ റീച്ച് ആയ ഗോഡ്വിനെ മലയാളക്കരയിൽ മലയാളികളിൽ എത്തിച്ച ആ ഗായകന്റെ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ? ഓക്കെ. കരിയൊത്തൊരു മേഴക് കരിനിലമിഴിയഴക്, കരിയൊത്തൊരു മേഴക് നിലമിഴിയഴക്, നല്ല മൺമിഴിച്ചേരിനാലേ കണ്ണാരം ചാർത്തനട്ട, അമ്മ ചന്തത്തിൻ ചേരിനാലേ കാവുതറിയണട്ട, ആടാട് ആടാട് ആടാടാടാട്, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ, ആടാട് ആടാട് ആടാടാടാട്, ആടമ്മേ ആടമ്മേ കാവിലെ നല്ലമ്മേ. ആടിക്കളിക്കുമ്പോഴേ അമ്മ വാർമുടി കെട്ടുമ്പോഴേ, ആടിക്കളിക്കുമ്പോഴേ വാർമുടി കെട്ടുമ്പോഴേ, അമ്മ ചോടൊന്നു വയ്ക്കുമ്പോഴേ താളം പിടിക്കണട്ട, അമ്മ പൊൻവലം കാലിനാലേ താളം പിടിക്കണട്ട. അടിപൊളി, സൂപ്പറായിട്ട് പാട്ടുണ്ട് കേട്ടോ. താങ്ക് യു. പാട്ടൊക്കെ എങ്ങനെയാണ് പഠിച്ചത്? പാട്ട് പപ്പ പാടും. പിന്നെ ഇങ്ങനെ കേട്ട് കേട്ട് ചുമ്മാ ഇരിക്കുമല്ലോ, അപ്പം ഇങ്ങനെ പാടും. നല്ല ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളാണ് ഇങ്ങനെ ഇൻസ്റ്റയിലായിട്ട് ഇടുന്നത്. ഈ ഞാൻ കേട്ടിട്ടുണ്ട് ഇഷ്ടമുള്ള പാട്ട് പഠിക്കാൻ വലിയ കഷ്ടപ്പാടില്ലല്ലേ? ഇല്ല, നമുക്ക് ഇഷ്ടമാണല്ലോ. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കാണെങ്കിലും മൂളണമല്ലോ. അപ്പോൾ അത് ഇപ്പോൾ വേഗം പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ അല്ലാത്ത ലിറിക്സ് നമ്മൾ ഒപ്പിച്ചെടുക്കും. പാട്ട് പഠിച്ചിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, പഠിക്കാൻ പോയല്ല, പിന്നെ പറ്റിയില്ല. ഇതേപോലെ തന്നെ ആയതുകൊണ്ട് അസുഖം കൊണ്ട് തന്നെ പഠിക്കാൻ പോയി. രണ്ടാഴ്ച പോയി, അതിന് പിന്നെ പോകാൻ പറ്റിയില്ല. ഇന്ന് ഗോഡ്വിൻ നേരിടുന്ന അസുഖം എന്തുവാ? ഇത് എപ്പിഡെർമോളിസിസ് ബുള്ളോസ എന്ന് പറയുന്ന ഒരു സ്കിൻ ഡിസീസാണ്, റയർ ഡിസീസാണ്. ഇത് ലോകത്തിലെ തന്നെ ഒരു റയറസ്റ്റ് ആയിട്ടുള്ള ഡിസീസാണ്. അതാണ് ഇപ്പോൾ എൻ്റെ ഒരു കണ്ടീഷൻ, സ്കിൻ കണ്ടീഷനാണ്. എന്തൊക്കെ പ്രതിസന്ധി നേരിടുന്നുണ്ട് ഈ ഒരു അസുഖത്തിലൂടെ? വൂൺസ് ഉണ്ട്, മുറിവുകളുണ്ട്, പിന്നെ ഡ്രസ്സ് ഇടാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കുറേ ഒത്തിരി പറയാണെങ്കിൽ നമുക്ക് ഇന്ന് ഇന്റർവ്യൂക്ക് അതിന് പറ്റുള്ളൂ. ഒരു സിനിമയ്ക്കുള്ള കഥയുണ്ടോ? ഉണ്ട്. ശരിയാ. അത്രമേൽ ഇഷ്ടമാണ് പാട്ടിനോട്? ഇഷ്ടമാണ്, പാടും. എനിക്ക് ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ഞാൻ വേഗം പഠിക്കും. പിന്നെ അങ്ങനെയല്ല, എന്നാലും നമുക്ക് ഇച്ചിരി ഇഷ്ടം കൂടുതലുള്ള പാട്ടുകളില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. അത് നമ്മൾ വേഗം പഠിക്കും. പിന്നെ എല്ലാ പാട്ടും കേൾക്കും, എല്ലാ പാട്ടും പാടും. ഇച്ചിരി നന്നായിട്ട് പാടുകയൊക്കെ ചെയ്യും, എല്ലാ സിനിമാ പാട്ടും എല്ലാം. പേരിൽ തന്നെ ഉണ്ട് ദൈവത്തിന്റെ വിജയം. ആ വിജയം ഞങ്ങൾക്ക് പാട്ടിലും കേൾക്കാൻ പറ്റുന്നുണ്ട്. താങ്ക് യു. ഒരു പാട്ട് പാടാവോ? പാടാലോ.
നമുക്ക് ആവേശത്തിലെ പാട്ട് പാടാം. അപ്പൊ ആവേശത്തിലൂടെ തന്നെ അങ്ങ് പരിപാടി അങ്ങോട്ട് തുടങ്ങാം. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ കാലം കാത്തുവച്ച രക്ഷകനെ സംഹാരകനെ ഞങ്ങൾ കണ്ണനായി വന്നവനെ ഭയമേ മാറിപ്പോൾ നീ അണ്ണൻ വന്നാൽ കുമ്പിട്ടു നില്ല ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും ചൊല്ല് ഇവനെ ചൊല്ലുവാന എന്നും ജനത്തിരക്ക് കാലൊന്നടിത്തു വച്ചാൽ സ്വർഗം പോലും മണ്ടർബേഡ് ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാട്ടി തോക്കിൻ കഞ്ചി വലിശീലം പണ്ടേ മറാത്ത വ്യാധി നെഞ്ചിൽ പൂട്ടി വച്ചോരംഗക്കളി തീരാത്ത വാശി അണ്ണൻ മീശ വച്ചോരാട്ട പുലി ഇടയാൻ വന്നോരിക്കും നിന്നോരിക്കും പണ്ടേ അബത്ത് കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത് ഞൊടിയിൽ മതയാനെ മെരുക്കിടും കരുത്ത് ഇവനെ പടച്ചുവിട്ട് കടവുളക്കി 10ൽ 10 ഇല്ലുമിനാട്ടി ഇല്ലുമിനാട്ടി അണ്ണൻ തനി നാടൻ കൊലമല്ലുമിനാട്ടി അടിപൊളി. ഓരോ പാട്ട് കേൾക്കുമ്പോൾ കേട്ടിരിക്കാൻ ഞങ്ങൾക്ക് തോന്നുക. അതിന്റെ കഴിവ് തന്നെ, ഒരു മാറ്റം അതിൻ്റെ അതില്ല. എവിടെ വീട് എവിടെ ഗോഡ്വിന്റെ? എന്റെ വീട് മോട്ടൂരാണ്, എറണാകുളം ജില്ലയില് മോട്ടൂര മുടവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ ഒരുപാട് ഫാൻസുകാരൊക്കെ ഉണ്ടല്ലോ. ഫാൻസുകാരൊക്കെ വിളിച്ചിട്ട് എന്തുവാ പറയുന്നേ? എല്ലാവരും എൻ്റെ ഈ അസുഖത്തെക്കുറിച്ച് അന്വേഷിക്കും. കുറേ പേരൊക്കെ ആദ്യമായിട്ട് കാണുന്നതാണ് ഇങ്ങനെയൊക്കെ അസുഖങ്ങൾ. അപ്പോൾ അത് അന്വേഷിക്കും. പിന്നെ എൻ്റെ സുഖങ്ങൾ അന്വേഷിക്കും. സുഖമാണെന്നൊക്കെ ചോദിക്കും. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം അല്ലേ? ആ, പിന്നെ ചിലവരൊക്കെ സഹായം പോലെ ചെയ്യുകയൊക്കെ ചെയ്യും. എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യും. ഗോഡ്വിൻ എത്ര വയസ്സുണ്ട് ഇപ്പം? എനിക്ക് 19 വയസ്സുണ്ട്. 19 വയസ്സുണ്ട്. 19 വയസ്സിൽ നിന്ന് നേടിയേക്കുന്നത് 2-3 പേരെ അല്ല, ഒരു സാമ്രാജ്യം തന്നെ അങ്ങ് പിടിച്ചു പറ്റിയെന്നാ. അത് കഴിവുള്ളതുകൊണ്ടാ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഞാന്, പപ്പ, അമ്മ. ഒറ്റ മോനാ? ഈ പപ്പയ്ക്കാണോ ഏറ്റവും കൂടുതൽ ഗോഡ്വിന്റെ പാട്ട് കേൾക്കാൻ ഇഷ്ടം, അമ്മയ്ക്കാണോ? അങ്ങനെയൊന്നുമില്ല, അത് രണ്ടുപേരും കേൾക്കും. പിന്നെ പപ്പ പറഞ്ഞു തരും, ഇന്ന പോലെ പാടണം, ഇന്ന പാട്ടൊക്കെ പാടണം, ഇതേപോലെയൊക്കെ പാടണം, നല്ല ഉഷാറായിട്ട് പാടണം എന്നൊക്കെ പറഞ്ഞു തരും. അമ്മ ആസ്വദിക്കും, കേൾക്കും. അമ്മ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. ഈ എനർജിയാണ് സാറേ എൻ്റെ മെയിൻ എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് കുറേ പേര് പറയാറുണ്ട്. ഇങ്ങനെ ഇത്ര അസുഖം ഉണ്ടെങ്കിലും നീ എപ്പോഴും ചിരിക്കണ്ടേ, ഇങ്ങനെ ചിരിക്കാൻ പറ്റണ്ടല്ലോ, അത് തന്നെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നൊക്കെ എല്ലാവരും പറയും. ഒരു പനി വന്നാൽ തന്നെ നമുക്ക് ചിരിക്കാൻ പാടാ. അങ്ങനെ നോക്കുമ്പോൾ നിന്റെ ചിരിയാണ് നിന്റെ വിജയം അല്ലേ? ഈ എങ്ങനെ ചിരിച്ചിരിക്കാൻ പറ്റുന്നു ഇങ്ങനെ? അത് കഴിഞ്ഞുകൊണ്ടിരുന്നിട്ടും വലിയ കാര്യമില്ലല്ലോ. അത് ശരിയാ. അപ്പൊ പിന്നെ നമ്മൾ ചിരിച്ചോണ്ടിരിക്കണം. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ നമുക്ക് അതിന്റെ ബാക്കി നോക്കിയാ പോരെ. ഓ മോനെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ വന്നുപോയില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഈ അസുഖം മാറുമോ? ചാൻസസ് കുറവാണ്. പിന്നെ ഇപ്പോഴത്തെ പുതിയ മെഡിക്കൽ യുഗമാണല്ലോ. അപ്പൊ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഉണ്ടാവണമെങ്കിൽ ഞാനും അത് അന്വേഷിക്കും. നമുക്കും പ്രാർത്ഥിക്കാം അതോടൊപ്പം മാറട്ടെ, എല്ലാം റെഡിയാവും. ഇനി നമുക്ക് വേണ്ടി, പ്രേക്ഷകർക്ക് വേണ്ടി പാടുന്ന പാട്ട് ഏതാ? ഇനി നമുക്ക് ഒരു പാട്ട് പാടാം. കേൾക്കണോ കൂട്ടരെ? ഏത് ഗാനമേളയ്ക്ക് പോയാലും അതെ, പ്രേക്ഷകരെ പിടിച്ച് കുലുക്കുന്ന ഒരു പാട്ടാ. ആ പാട്ട് ഗോഡ്വിന്റെ ശബ്ദത്തിൽ നിന്ന് ഞങ്ങൾക്കും കേൾക്കണം. കേൾക്കാലോ. ഓക്കെ. തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ,
അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ, കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴിമുഖം കണ്ട്, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട്. കൊച്ചി കണ്ട് കോട്ട കണ്ട് കൊച്ചിയിലഴിമുഖം കണ്ട്, ഒരു കൊച്ചിക്കാരി പെണ്ണിനെ കണ്ട്. കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ. അടിപൊളി, ഉഷാറ് പൊളി. താങ്ക് യു. ഹാപ്പി അല്ലടാ? ഹാപ്പിയാണ്. ഈ പാട്ട് കേൾക്കുമ്പോളേ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഏത് ഗാനമേള പാടിയാലും 100 പാട്ട് പാടിയാലും ഈ ഒരു പാട്ട് വേണം. വേണം. അതങ്ങനെ വേണമെന്ന് തോന്നാൻ കാരണം എന്തോ? ഗോഡ്വിന് എനർജി. എനർജിയാ? എന്നെക്കാളും എനർജി ആയിട്ട് നമ്മുടെ പ്രസിദ്ധ ചേച്ചി പാടും, അതേപോലെ എല്ലാവരും പാടൂലേ. നമ്മൾ ഒരു അതേപോലെ ഗാനമേള എന്ന് പറയുമ്പോൾ പ്രത്യേക ഒരു വൈബാണല്ലോ. അതായത് നമ്മൾ ഇപ്പോൾ 2 വരി തെറ്റിപ്പോയാൽ ആൾക്കാർ അത് മൈൻഡ് ചെയ്യണമെന്നില്ല, കാരണം ആ ഒരു ആവേശത്തിൽ നിൽക്കുവാണല്ലോ. അപ്പം ഇതേപോലെ ഒരു പാട്ടൊക്കെ ആകുമ്പോൾ നമുക്ക് ഡാൻസ് കളിച്ചു പോകും, ആരാലും കളിച്ചു പോകും. തുള്ളാത്തവനും തുള്ളിപ്പോവും. തുള്ളാത്തവനും തുള്ളിപ്പോവും. അങ്ങനെ ചില പാട്ടുകൾക്ക് ഒരു വിജയം ഉണ്ടല്ലേ? നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ പാട്ട്. ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം പാട്ട് പാടുന്ന ഗായകർ ഒരുപാട് ആളുകളുണ്ടല്ലോ. ഈ ഗോഡ്വിൻ എനിക്ക് ഇന്ന ആളെ കാണണം, എൻ്റെ പാട്ട് ആളുടെ മുന്നിൽ പാടി കേൾപ്പിക്കണമെന്ന് തോന്നിയിട്ടുള്ള ആരെയാ? അത് ഡബ്സിനെ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട്. പിന്നെ സിത്താര മാമിന് ഇഷ്ടമാണ്. അങ്ങനെ ഒത്തിരി പേര് ഇഷ്ടമാണ്. സിത്താരയും ഡാബ്സി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തോ പറയാനുള്ള ഗോഡ്വിന്? എന്താ പറയാ, എനിക്ക് ഇഷ്ടമാണ് നിങ്ങളെ രണ്ടുപേരും എല്ലാവരും. ഈ ഇന്റർവ്യൂ അവർ കാണുന്നുണ്ട്. കാണട്ടെ, അടിപൊളി. കാണട്ടെ, എന്നെ വിളിക്കട്ടെ, എൻ്റെ പാട്ടുകൾ കേൾക്കട്ടെ. ഡാബ്സിക്കും സിത്താരയ്ക്കും വേണ്ടി പാടാൻ പറ്റിയ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഗോഡ്വിന്? ഡാബ്സിനെ ഞാൻ പാടിയല്ലോ. അതെ, ആവേശത്തിലർത്താ. പിന്നെ നമുക്ക് സിത്താര മാമിന് വേണ്ടി കളിയുണ്ണി പെണ്ണിനേറെ മിന്നും പൊന്നും വേണ്ടാണ്, ഉണ്ണിക്കാളി പെണ്ണവർക്ക് ആരിരാനും വേണ്ടാണ്, അത് പാടാം. പിന്നെ ഏറെ മൂന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന, ഏറെ മൂന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന, കാലുമേലെ കാലു കയറ്റി സോഫയിൽ ഇരുന്നു നീ, മേനിയാകെ കോലു കയറ്റി ഒരേറുന്നോട്ടം കൊണ്ടിന്നലെ, ഏറെ മൂന്തിയായിട്ടുള്ളൊരു മധുരമിടാച്ചായയിൽ പങ്കുചേരുവാൻ വന്നൊരു മധുരമുള്ള വേദന. എടാ, ആ പാട്ടിനകത്തുള്ള വരിയാണോ കാലുമേ കാല് കയറ്റി? ഞാൻ ഓർത്തേ അതെ, ഞാൻ ഓർത്ത് നീ എനിക്കിട്ട് കൂട്ടിയതാണ്. അതെ, സൂപ്പറായിരുന്നു. ഇപ്പം വീട് മൂവാറ്റുപുഴയിലാന്ന് പറഞ്ഞു, ഒരുപാട് ഫാൻസുകാരുണ്ട്, നമുക്ക് ഇൻസ്റ്റ തന്നെ കണ്ടാൽ അറിയാം. കൂട്ടുകാരൊക്കെ എന്തോ പറയും പാട്ട് കേട്ടിട്ട്? കൂട്ടുകാർ എനിക്ക് ഭയങ്കര ടച്ച് കൂട്ടുകാർ കുറവാണ്. കാരണം ഞാൻ വെളിയിലേക്കൊന്നും ഇറങ്ങണില്ലല്ലോ, നമുക്ക് വേറെ കണക്ഷൻസ് ഒന്നുമില്ല, നമ്മൾ മൊബൈൽ സോഷ്യൽ മീഡിയ വരെയുള്ള ലോകമായിട്ടുള്ള ബന്ധമുള്ളൂ കൂടുതലും. അതുകൊണ്ട് കൂട്ടുകാർ കുറവാണ്. ഉള്ള ആൾക്കാർ അടിപൊളിയാണെന്ന് പറയും, വിളിക്കും ഒക്കെ പറയാറുണ്ട്. ഈ ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടും കാര്യമില്ലല്ലടാ? അങ്ങനെ പറയാൻ പറ്റില്ല, നമ്മുടെ സൗഹൃദത്തിൻ്റെ ഒരു സ്വഭാവം വെച്ചിരിക്കില്ലേ അത് പറയുമ്പോൾ. എനിക്കറിയില്ല, ഞാനത് എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത്. ഇവന്റെ വാക്കിലേ പക്വതയുണ്ട്. അതിപ്പോൾ നമ്മളൊരു കൂട്ടുകാരനുണ്ടാകുമ്പോൾ ആ കൂട്ടുകാരൻ നമുക്ക് നല്ലതാണോ ചീത്തയാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ എത്ര കൂട്ടുകാരാണെങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് പറയാൻ കേട്ടോ, ആർക്കും ഇഷ്ടക്കേട് തോന്നരുത്. കാരണം എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുമ്പോൾ അധികം നമ്മൾ എന്തോരം നല്ല കൂട്ടുകാരാണെങ്കിലും നമ്മൾ ഒത്തിരി നമ്മൾ ഇടപഴകി കഴിയുമ്പോൾ അവർക്കാണെങ്കിൽ ബുദ്ധിമുട്ടാവൂലേ. ഈ കൂടെ നിന്ന് ചതിക്കുന്നത് വലിയൊരു വിഷമമല്ലേ? അതല്ല, എനിക്ക് നേരെ അങ്ങനെയൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല. എനിക്ക് പൊതുവെ കൂട്ടുകാർ കുറവാണ്. പക്ഷെ ഉള്ള കൂട്ടുകാരിൽ അടിപൊളിയാ. ഉള്ള കൂട്ടുകാർ ഒക്കെ അടിപൊളിയാണ്. ഞാൻ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ 10th ഞാൻ എഴുതിയെടുക്കുക ചെയ്തത്. ആ 5ാം ക്ലാസ് വരെ പഠിച്ചത് ഉള്ള ക്ലാസ്, ഞാൻ 1ൽ പഠിക്കുമ്പോൾ 6 പിള്ളേരുള്ളൂ ഞങ്ങളുടെ ക്ലാസ്സിൽ, എന്നെ കൂട്ടി.
അപ്പോൾ അവരെന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുള്ളൂ. എൻ്റെ പപ്പേനെ അമ്മേനേക്കാളും കൂടുതൽ അവർ ടേക്ക് കെയർ ചെയ്യും. ഞാൻ വണ്ടിയിൽ വന്ന് ഞാൻ ഓട്ടോറിക്ഷയിൽ അല്ലെങ്കിൽ പപ്പയുടെ വണ്ടിയിൽ പോകും. അല്ലെങ്കിൽ കാരണം നമുക്ക് സ്കൂൾ ബസ് അങ്ങനെയൊന്നും പറ്റില്ല തട്ടിമുട്ടേക്ക്. അപ്പോൾ ഞാൻ ചെന്ന് വണ്ടി കയറ്റെങ്കിൽ എത്തുമ്പോഴത്തേക്കും കൂട്ടുകാരൊക്കെ ഓടി വരും, ബാഗ് എടുക്കും, ചേച്ചി ഞങ്ങൾ ഇരുത്തിക്കോളാം നിന്നോളാം. അന്ന് ഞാൻ ഇങ്ങനെയല്ല ചുമ്മാ നടക്കുകയൊക്കെ ചെയ്യും. ഇപ്പം നടക്കാൻ പറ്റാതായത് ഒരു 5 കഴിഞ്ഞ ശേഷമാണ് നടക്കാൻ പറ്റാതായത്. അത് അങ്ങനെ വരാൻ കാരണം എന്തുവാ? അത് ഇത് അസുഖം തന്നെയാണ്. അത് ഈ അസുഖം കാലിൻ്റെ ഒരു ജോയിൻറ്റിൽ അസുഖം വന്നപ്പോൾ തൊലി ഇങ്ങനെ കൂടിപ്പോയതാണ്. പിന്നെ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈ പറഞ്ഞിട്ട് കൂട്ടുകാർ എല്ലാം നല്ല സപ്പോർട്ടുള്ള കൂട്ടുകാരായിരുന്നു എനിക്ക്. എല്ലാവരും അതെ, എന്നെ ചോറിനാൻ കൊണ്ടുപോകുമ്പോൾ എൻ്റെ പാത്രങ്ങൾ കഴുകി തരും, എന്നെ മൂത്രം വയ്ക്കാനായിട്ട് കൂട്ടുവരും. അങ്ങനെ എല്ലാ കൂട്ടുകാരും എനിക്ക് സ്പെഷ്യലായിരുന്നു. എൻ്റെ സൗഹൃദം എനിക്ക് പ്രിയപ്പെട്ടതാ, അടിപൊളിയായിരുന്നു. എല്ലാവരും അടിപൊളിയായിരുന്നു. പിന്നെ 5 കഴിഞ്ഞ് പിന്നെ അവർ ഞാൻ പോയില്ല, അവരവരുടേതായ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോയി. അങ്ങനെ ഫങ്ഷൻസ് വിട്ടു പോകാൻ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇന്ന് അവർ ആ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തുവാ സൗഹൃദത്തോട് പറയാനുള്ളേ? താങ്ക് യു, എന്നെ അത്രയും കെയർ ചെയ്തതിന്, ഇപ്പോഴും എന്നെക്കുറിച്ച് ഓർക്കുന്നതിന്, എന്നെ മെസ്സേജൊക്കെ ചെയ്യാറുണ്ട് അതിലൊക്കെ 2-3 പേരൊക്കെ. അവർക്കൊക്കെ നന്ദി, താങ്ക് യു. അവർക്ക് ഭയങ്കര സന്തോഷമാ. അവരുടെ കൂടെ പഠിച്ച അവര് കൊണ്ടു നടന്ന ഗോഡ്വിൻ ഇന്ന് വലിയൊരു പൊസിഷനിലെത്തി. ഇന്ന് ഭയങ്കരമായിട്ട് അവർ കെയർ ചെയ്യും. എൻ്റെ പപ്പേനെ അമ്മേനേക്കാളും കൂടുതൽ അവർ കെയർ ചെയ്യായിരുന്നു. ഞാൻ ചെല്ലുമ്പോഴത്തേനും തട്ടാതെ മുട്ടാതെ, പിള്ളേർ ഓടി കളിക്കുന്ന പിള്ളേരാണല്ലോ, നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചോണമെന്നില്ല. എടാ ഗോഡ്വിന് തട്ടില്ല, അവൾ തട്ടില്ല, അവൾ തട്ടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇവിടെയൊക്കെ മാറ്റിയിരുത്തും. സേഫായിട്ട് ഇപ്പോൾ ഒരു ആനിവേഴ്സറിക്ക് ആണെങ്കിൽ എന്നെ സേഫായിട്ട് സ്ഥലത്ത് കൊണ്ടുപോയി ഇരുത്തും. അങ്ങനെയുള്ള എല്ലാ പിള്ളേരും നല്ല 5 വരെ എൻ്റെ കൂടെ പഠിച്ച പിള്ളേർ. അത് കഴിയുമ്പോൾ ഞാൻ പിന്നെ പോയില്ല. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും എനിക്ക് ഉണ്ടായിരുന്ന കൂട്ടുകാരൊക്കെ അടിപൊളി കൂട്ടുകാർ. ഇനി ഗോഡ്വിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തുവാ? ഇനി ഒരു വീടിൻ്റെ ആഗ്രഹമുണ്ട്. പിന്നെ ഒരു ഓട്ടോറിക്ഷയുടെ ആവശ്യമുണ്ട് പ്രൈവറ്റായിട്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴേ വണ്ടിക്കൂലിയുടെ ഒരു പ്രശ്നമുണ്ട്, വണ്ടിയുടെ കൂലി പ്രശ്നമുണ്ട്. പിന്നെ അല്ലാതെ നമുക്ക് ഇടയ്ക്കൊന്ന് വെളിയിലൊക്കെ ഇറങ്ങണമെന്ന് വെച്ചാൽ എനിക്ക് ഈ ബൈക്കും സ്കൂട്ടറൊക്കെ ഭയങ്കര പാടായിരിക്കാനാ. ഇപ്പോഴാണെങ്കിൽ തന്നെ ഞാൻ ഓട്ടോറിക്ഷയ്ക്കാണ് വന്നത്. എനിക്ക് ഇരിക്കാനും അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളാണ് ഞാൻ. അപ്പോൾ ഒരു ഓട്ടോറിക്ഷ ആകുമ്പോൾ പപ്പ ഡ്രൈവറായിരുന്നു പണ്ട്. ഞാൻ ജനിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ പിന്നെയാണ് പപ്പ പോക്ക് നിർത്തിയത്. ബസ്സിലൊക്കെ ഡ്രൈവറായിരുന്നു. അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് ഒരു ഓട്ടോറിക്ഷ ആകുമ്പോൾ നമുക്കത് പ്രൈവറ്റായിട്ട് ഓടിച്ച് പോകാമല്ലോ, ലൈസൻസൊക്കെ ഉള്ള ആളാണ്. അപ്പം പുള്ളി ഓടിച്ചോളും. അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അത് നമുക്ക് ചെയ്യണം. എങ്ങനെയെങ്കിലും പ്ലാൻ ഇട്ടിരിക്കും. ആഗ്രഹം നടക്കൂടാ. അങ്ങനെ ഒരു പ്ലാൻ. അതല്ല, ഇനി ഇന്റർവ്യൂ ഇറങ്ങുന്ന സമയത്ത് നിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും കേട്ടോ. ഈ പറഞ്ഞിട്ട് വീട് നമ്മുടെ ഒരു വീടാണ് സ്വപ്നം. ഏതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണല്ലോ വീട് എന്ന് പറയാ. അപ്പൊ ഇപ്പൊ ഞങ്ങൾ വാടകയ്ക്കാ. പിന്നെ വീട് തന്നെയാണ് ഏറ്റവും വലിയ സ്വപ്നം. വീടിന് ഒരു ചെറിയ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ പേരിലില്ല, പപ്പയുടെ അപ്പച്ചൻ്റെ അമ്മയുടെ പേരിൽ സ്ഥലമുണ്ട്. അപ്പോൾ അവർ വീട് വെക്കാനായിട്ട് ഒരു സഹായത്തിനൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ അത് റെഡി ആവണമെങ്കിൽ നമുക്ക് ഗവൺമെൻറ് പേപ്പേഴ്സൊക്കെ റെഡി ആവണം. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു. അതെല്ലാം അടിപൊളിയായിട്ട് നടക്കും. നടക്കണം. വീട് വെച്ചിട്ട് വിളിക്കുവാണോ നീ? പിന്നെ വിളിക്കില്ലേ, എന്നാ ജോലി വന്നല്ലേ, പിന്നെ എല്ലാവരും വിളിക്കും. നമ്മൾ അടിച്ചു പൊളിക്കും. ഗോഡ്വിൻ ഇനിയും ആർക്ക് വേണ്ടിയാണ്, ഏത് പാട്ടാണ് പാടുന്നത്? അപ്പൊ നമുക്ക് ഇനി മണിച്ചേട്ടൻ്റെ പാട്ട് കേൾക്കാം. മണിച്ചേട്ടന്റെ പാട്ടിൽ എന്ത് നാടൻ പാട്ടല്ലേ. പിന്നെ അപ്പൊ അത് തന്നെ കേൾക്കാം നമുക്ക്. മേലെ പടിഞ്ഞാറു സൂര്യൻ, താനേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിൽ തത്തിക്കളിച്ചൊരു പൊൻസൂര്യൻ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്ത് 6 അടി മണ്ണിലുറങ്ങയല്ലോ, ഏതോ ഒരു കർക്കിടരാവ്, ഉണ്ണാതുറങ്ങുന്ന രാവ്, അന്നല്ലേ പെണ്ണു ചിരുത വേദനയോടെ പെറ്റവനെ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്തെ 6 അടി മണ്ണിലുറങ്ങയല്ലോ, തെല്ലു തെക്കേ പുറത്തെ മുറ്റത്തെ 6 അടി മണ്ണിലുറങ്ങയല്ലോ. ഓ, ഒരു രക്ഷയില്ല കേട്ടോ. നീ ഏത് പാട്ടും ഏത് താളത്തിനനുസരിച്ചും പാടും.
അടിപൊളിയാണ്, അടിച്ചു പൊളിച്ച് പാടും. മണിച്ചേട്ടൻ സമ്മാനിച്ച പാട്ടുകൾക്കെല്ലാം ഒരു ജീവനുണ്ടല്ലേ? എനിക്കിഷ്ടമാണ് എൻ്റെ പാട്ട്. ഏത് കാലഘട്ടം പിന്നിട്ടാലും പ്രണയിക്കുന്നവർക്കും പ്രണയിക്കാത്തവർക്കും ഇനിയും ഗോഡ്വിൻ പാടുന്ന പാട്ട് വളരെയധികം ഇഷ്ടമാണ്. ആ പാട്ടൊന്ന് കേട്ടാലോ? ഏതാ? എന്നും വരും വഴി വക്കിൽ. ആ കേൾക്കാലോ. പ്രണയിക്കുന്നവർക്ക് വേണ്ടി ഡെഡിക്കേഷൻ ആണോ ഗോഡ്വിനെ? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും കേട്ടോട്ടെ. എല്ലാവരും കേട്ടോട്ടെ. നമുക്കങ്ങനെ വേർതിരിവൊന്നുമില്ല. അതെ, ഞങ്ങൾക്ക് അങ്ങനെ പ്രണയിക്കുന്നവരോ പ്രണയിക്കാത്തവർക്കൊന്നും വേർതിരിവില്ല. ഞാൻ പാടും, അതെല്ലാവരും കേൾക്കും അല്ലേ? ആ, നമ്മളിപ്പോ വീഡിയോ ഇടുമ്പോഴാണെങ്കിലും പ്രണയിക്കുന്നവർക്കായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് വീഡിയോ ഒന്നും ഇടാറില്ല. നമുക്ക് എല്ലാ ദിവസവും ഒരേപോലെ തന്നെ. അത്രേ ഉള്ളൂ, പിന്നല്ല. എന്നും വരും വഴി വക്കിൽ അവൻ എന്നോടൊന്നു മിണ്ടാൻ, എന്നും വരും വഴി വക്കിൽ അവൾ എന്നോടൊന്നു മിണ്ടാൻ, പൊന്നേ പോയി മറഞ്ഞോ ഇനി എന്നും വഴിയോരം, കണ്ണും പൂട്ടിരിപ്പൂ ഇനി എന്നും വരികില്ലേ, എന്നും വരും വഴി വക്കിൽ അവൾ എന്നോടൊന്നു മിണ്ടാൻ, എന്നും വരും വഴി വക്കിൽ അവൾ എന്നോടൊന്നു മിണ്ടാൻ, ചേരുന്നുണക്കുടിയൊന്ന് നല്ല പൂ പോലൊന്നു വിരിഞ്ഞ്, നാണിച്ച് കണ്ണ് നടച്ച് കാട്ടുമൈനേൻ കൂട്ടിലൊളിച്ച്, കൊഞ്ചി കൊഞ്ചി പുഞ്ചിരിച്ചു വരുന്നൊരു സുന്ദരി പെൺകൊടിയേ, കൊഞ്ചി 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 പുഞ്ചിരിച്ചു വരുന്നൊരു സുന്ദരി പെൺകൊടിയേ. ഗോഡ്വിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിച്ചതും ഏറ്റവും സങ്കടത്തിലാഴ്ത്തിയും രണ്ട് കഥകൾ എന്തൊക്കെയാ? സങ്കടത്തിലാഴ്ത്തിയത് അമ്മ മരിച്ചതാണ്. അമ്മ മീൻസ് എൻ്റെ ഇപ്പോൾ ഉള്ളത് രണ്ടാമത്തെ അമ്മയാണ്. രണ്ടാമത്തെ അമ്മയാണ്. അമ്മ മരിച്ചപ്പോൾ വിഷമമായി. അമ്മ മരിക്കുന്നത് എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ്. പിന്നെ അമ്മയുടെ പേര് ഷൈബീനായിരുന്നു. അമ്മ മരിക്കുന്ന 8 വയസ്സുള്ള അമ്മയ്ക്ക് ക്യാൻസറായിരുന്നു, ബ്രസ്റ്റ് ക്യാൻസറായിരുന്നു. അപ്പോൾ ലാസ്റ്റ് സ്റ്റേജിലൊക്കെ അറിഞ്ഞ് ഇവർക്കൊക്കെ വന്ന് ചികിത്സയൊക്കെ തുടങ്ങിയൊക്കെ സെറ്റായി അപ്പോഴത്തേക്കും കുറഞ്ഞതാണ്. അപ്പോഴത്തേക്കും സെറ്റായപ്പോഴത്തേക്കും ചുമ വന്ന് പിന്നെ ലെൻസിന് അവരൊക്കെ കയറി പിടിച്ച് നശായി. അപ്പോൾ പിന്നെ വന്നപ്പോഴാണ് ചെയ്തത്, ഒക്ടോബറിൽ. അന്ന് ഞാൻ കുഞ്ഞാ, പക്ഷെ ഓർക്കുന്നുണ്ട് ഇങ്ങനെ ദിവസമൊക്കെ. അങ്ങനെ അന്നത്തെ ദിവസം നമുക്ക് വിഷമമായി. പിന്നെ സന്തോഷിച്ചത് എനിക്ക് വീൽ ചെയർ കിട്ടിയെന്ന്. വീൽ ചെയർ, ഇലക്ട്രിക് വീൽ ചെയർ. അത് നമ്മളെ കൊണ്ടൊക്കെ സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വിലയുള്ള സാധനമാണ് ഇലക്ട്രിക് വീൽ ചെയറൊക്കെ. അപ്പോൾ അത് ഞാൻ ചികിത്സിച്ചുകൊണ്ടിരുന്ന ഹോമിയോ ഡോക്ടറുണ്ട്, സാറാനന്ദ മാത്യു എന്ന് വന്നിട്ട്, മൂവാറ്റൂര് ഡോക്ടർ ആയിരുന്നു. ഹോമിയോ, ഗവൺമെൻറ് ഹോമിയോയിലെ ഡോക്ടറായിരുന്നു. അപ്പോൾ മാഡത്തിൻ്റെ ഒരു എന്താ പറയുക, പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു സംഘടന ഉണ്ട്, ഒരു നാമം എന്ന് പറഞ്ഞിട്ട്. അവർ എനിക്ക് തന്നതാണ് എല്ലാവരും കൂടി. അപ്പം ഞാനിങ്ങനെ വീൽചെയറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, സൂചിപ്പിച്ചു. അപ്പോൾ അവർ ഒരു പ്രാവശ്യം വന്നെല്ലാവരും വന്നെ കണ്ടിട്ട് പോയി. പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ, 2 ആഴ്ച അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ എന്നെ ചോദിച്ചു, വഴി എവിടെയാണെന്ന് ചോദിച്ചു, വീടൊക്കെ എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഇന്ന സ്ഥലത്താണ്. അറിയത്തില്ല, ഞാൻ ഡ്രസ്സ് പോലും ഇല്ലാത്ത എനിക്ക് ഇരിക്കുകയായിരുന്നു. ഞാൻ വെക്കുന്ന ആദ്യമേ അവർ വണ്ടി ഞങ്ങൾ വീൽ ചെയറുമായിട്ട് പോയെന്ന് സാറ് പറഞ്ഞു, മാഡം. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ആൻറ്റീനെ വിളിക്കാം. ആൻറ്റി പറഞ്ഞു ഇങ്ങനെ വീൽ ചെയറുമായിട്ട് വരുമെന്ന്. സർപ്രൈസായി പോയി. അപ്പോൾ വേഗം ഡ്രസ്സൊക്കെ ഇട്ടെല്ലാം സെറ്റ് ചെയ്ത് റെഡി ആയിട്ടങ്ങ് ഇരുന്നു. അവർ വന്ന് വീൽ ചെയർ തന്നു, അത് വീഡിയോ ഒക്കെ എടുത്തു. ഭയങ്കര സന്തോഷമായിരുന്നല്ലേ? പിന്നെ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മൾ അത്രയും നാള് ഏതാണ്ട് 2014-15 കാലഘട്ടത്തിലൊക്കെ അന്ന് നടക്കാൻ പാടാണ്ടാവണത്. അത് കഴിഞ്ഞ് പിന്നെ അവിടെ മുതൽ പപ്പ എടുത്ത് വെളിയിലൊക്കെ ഇറക്കിയാലേ എനിക്ക് പുറമേക്കായിട്ട് ബന്ധമുള്ളൂ. അല്ലാതെ എനിക്കൊരു ബന്ധമില്ല. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന എന്താണോ അതാണ് നമ്മുടെ ലോകം. അവിടെ അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ ഒരു ഇതില്ല. അപ്പോൾ ഈ വീൽ ചെയർ കിട്ടിയപ്പോൾ പിന്നെ ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോകും. എല്ലാ സ്ഥലത്തും എൻ്റെ വാഹനം വീൽ ചെയറാ. ഞാൻ അതുകൊണ്ട് പള്ളിയിലൊക്കെ പോവും. പെരുന്നാളിനൊക്കെ പള്ളിയിൽ പോവും.
പിന്നെ അല്ലാതെ തന്നെ അമ്മയുടെ തലക്കിലൊക്കെ പോവും, മരത്തിൽ കുഴിമരത്തിലൊക്കെ പോവും, അവിടെയൊക്കെ പോവും. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല, പക്ഷെ പള്ളിയിൽ അവിടെ വാഴക്ക് നിൽക്കും. ഇന്ന് ഗോഡ്വിനെ സ്നേഹിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഉണ്ട്. അത് തിരിച്ചറിഞ്ഞു ഞാൻ, അല്ലേ? ഗോഡ്വിനെ ഈ അസുഖത്തിന്റെ പേരെന്തുവാ? ഈ അസുഖം കൊണ്ടുള്ള വേദനകൾ എന്തൊക്കെയാ? ഇത് എപ്പിഡെർമോസിസ് ബുള്ളോസ ആണ് സംഭവം. അതായത് റെസ്റ്റ് ആയിട്ടുള്ള സ്കിൻ ഡിസീസാണ്. സ്കിൻ ഡിസീസ് എന്ന് പറയാനില്ല, സ്കിൻ കണ്ടീഷനാണ്. ബൈ ബർത്ത് ഉണ്ടാവണ ഞാൻ അതിനെക്കുറിച്ച് നോക്കിയപ്പോൾ ജീൻ മ്യൂട്ടേഷനൊക്കെ സംഭവിക്കുമ്പോൾ ഏതെങ്കിലും നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ഒക്കെ തന്നെ സംഭവിക്കുന്ന ജീൻ മ്യൂട്ടേഷൻ വഴി സംഭവിക്കുന്ന. ഞാൻ ഇതൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്യും, എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ ചെയ്യും, പിന്നെ എനിക്കറിയണ്ടേ, നമ്മുടെ കാര്യം നമുക്കറിയണ്ടേ, ഞാൻ സെർച്ചൊക്കെ ചെയ്യും. അപ്പം ഇങ്ങനെ ജീൻ മ്യൂട്ടേഷനെ കൂടെ ഉള്ള സംഭവമാണെന്നൊക്കെ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കണ്ടു. അപ്പം ഇതേപോലെ കണ്ടോ ഇതേപോലെ മുറിവുകളുണ്ട്, ഈ കഴുത്തിലൊക്കെ ഇതേപോലെ മുറിവുണ്ട്. ഇതെങ്ങനെ ഈ നമ്മുടെ തൊലി ഇങ്ങനെ പൊട്ടുവോ? തൊലി ഇത് നമ്മൾ പൊള്ളി കൊമളക്കിയിട്ടില്ലേ, പൊള്ളിയിട്ട് കൊമളക്കില്ലേ, അതേപോലെ കൊമളച്ച് വരും, വെള്ളം കിട്ടും, വെള്ളം കൊമളച്ച് വരും. അപ്പം ചിലതിനകത്ത് പഴുപ്പായിരിക്കും, ചിലതിനകത്ത് സാധാരണ ചുമ്മാ വെള്ളമായിരിക്കും, ചിലതിനകത്ത് ചോരയായിരിക്കും. അപ്പം അത് എന്താണെന്ന് വെച്ചാൽ അത് പൊട്ടിക്കഴിഞ്ഞ് ചോരയാണെങ്കിലും വെള്ളമാണെങ്കിലും പഴുപ്പാണെങ്കിലും അത് തൊലി പോവും. തൊലി പോയി കഴിഞ്ഞാൽ പിന്നെ അത് മുറിവാകും. അതാണ് ഇതിൻ്റെ ഒരു രീതി. പിന്നെ അത് പതുക്കെ ഉണങ്ങി സെറ്റാകും. അതിന് മരുന്ന് ഓയിൽമെൻറ്റ് ഉണ്ടെങ്കിൽ ഓയിൽമെൻറ്റ്, എണ്ണയെങ്കിൽ എണ്ണ, എങ്ങനെയാണെങ്കിലും നമ്മൾ തേച്ച് പതുക്കെ ഉണക്കിയെടുത്ത് കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നീ ചിരിച്ച് നിൽക്കുന്നല്ലോടാ. അങ്ങനെയല്ലേ, അത് ശീലമായി. ഏറ്റവും കൂടുതൽ വേദനയുള്ള ഭാഗം എവിടാ? നമുക്ക് ഈ ഇരിക്കുന്ന ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. നമുക്ക് ഈ ഇരിക്കുന്ന സ്ഥലത്തൊക്കെ ടോയ്ലറ്റിലൊക്കെ പോകുമ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ ഞാനും പരമാവധി ഡ്രസ്സ് ഉപയോഗിക്കാറില്ല, ഡ്രസ്സൊന്നും ഉപയോഗിക്കൽ കുറവാണ്. ഞാനിപ്പോൾ എന്തെങ്കിലും ഇതേപോലെ എന്തെങ്കിലും ഫങ്ഷനോ അല്ലെങ്കിൽ പരിപാടികളോ എന്തെങ്കിലും നമുക്ക് ഒക്കേഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഡ്രസ്സ് അതി ഉടുക്കുക, അല്ലെങ്കിൽ ഒരു ചെറിയ നിക്കറും. ചില സമയത്ത് അതുണ്ടാവില്ല. അതില്ലെങ്കിൽ അസുഖമല്ലേ, നമ്മൾ കാറ്റേറിപ്പോട്ടെ, അതിൽ മുണ്ടെടുക്കണ ആവശ്യന്മാർ. അതെ, കാറ്റ് കയറാനാ മലയാളികൾ മുണ്ടെടുക്കുന്നേ. പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല, പിന്നെ നമ്മളൊരു വേഷം ആണല്ലോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഈ എന്താ നെയ്യപ്പം രണ്ടെൻ്റെ കാര്യം എന്ന് പറഞ്ഞ മാതിരി കാറ്റും കയറും. പിന്നെ അത് നല്ലൊരു വേഷമായിരുന്നോ. അതെ. ഇനി എനിക്ക് ഏത് പാട്ട് പാടിത്തരും? നമുക്ക് തമിഴ് പാട്ട് പിടിക്കാം. അപ്പൊ മലയാളം നമ്മൾ കുറച്ചു നേരത്തിന് വിടുക, ഇനി തമിഴിലോട്ട് പോവാം. അതിർത്തി കടന്ന് പോവാം, അതിർത്തി കടന്ന് ഞങ്ങൾ പോവാം. ഓക്കെ, സംസ്ഥാനത്തിന്റെ അതിർത്തിയാണ്. രാസാത്തി ഒന്ന കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്, രാസാത്തി ഒന്ന കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്, பொழுதாகி போச்சு விளக்கேத்தியாச்சு பொன்மானை உன்ன தேடுது, ராசாத்தி ஒன்ன കാണാതെ നെഞ്ചു കാത്താടി പോലാടുത്, കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുരു നെഞ്ചുക്കൊരു വഞ്ചിക്കുരു നീതാനമ്മ, കണ്ണുക്കൊരു വണ്ണക്കിളി കാതുക്കൊരു ഗാനക്കുരു നെഞ്ചുക്കൊരു വഞ്ചിക്കുരു നീതാനമ്മ, തത്തിത്തവഴും തങ്കച്ചമിഴേ പൊങ്കിപ്പെരുകും സംഘത്തമിഴേ മുത്തം തര നിത്തം വരും നക്ഷത്രം, யாரோடு இங்கு எனக்கு என்ன பேச்சு, நீதானே கண்ணே நான் வாங்கும் மூச்சு, வாழ்தாக வேண்டும் வா வா கண்ணே, ராசாத்தி ஒன்ன காணாத நெஞ்சு காட்டாடி போராடுது, ராசாத்தி ஒன்ன കാണാതെ നെഞ്ചു കാറ്റാടി പോരാടുത്. ഞാൻ ഒന്ന് ഹഗ് ചെയ്തോട്ടെ? പിന്നെന്താ, ഹഗ് ചെയ്തോ, എന്താ വിഷയം. താങ്ക് യു, സൂപ്പർ ആയിരുന്നു, അടിപൊളി. താങ്ക് യു. ഗോഡ്വിന്റെ ഒരുപാട് ഷെയർ ആയി പോയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടുണ്ട്, ഗോഡ്വിൻ പാടിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പാട്ട്, അതൊന്ന് പാടാവോ? വേറെ
നോക്കാറില്ല ശരിക്കും. അത് ഏതാണെന്ന് പറയാമോ? അത് ഞാൻ അങ്ങനെ നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരു ജില്ലയുടെ പേരാ, ക്ലൂ തരാം. ആ തൃശ്ശൂർ. ആ മറ്റേ പാട്ട്. ആ തൃശ്ശൂരു പൂരൊരു പൂരാടി പെണ്ണെ പറമേക്കാവൊരു കാവ്, പറമേക്കാവില് പൂരം നടക്കുമ്പോ കണ്ടടി ഞാനൊരു നോട്ടം. തൃശ്ശൂരു പൂരൊരു പൂരാടി പെണ്ണെ പറമേക്കാവൊരു കാവ്, പറമേക്കാവില് പൂരം നടക്കുമ്പോ കണ്ടടി ഞാനൊരു നോട്ടം. വെഞ്ചാമരം പോലെ ചേലല്ലേ പെണ്ണിൻ്റെ വാർമുടി കെട്ടുന്നു കാണാൻ, വെഞ്ചാമരം പോലെ ചേലല്ലേ പെണ്ണിൻ്റെ വാർമുടി കെട്ടുന്നു കാണാൻ. ആനവട്ടം പോലൊരാട്ടല്ലേ പെണ്ണിൻ്റെ ചാടുന്ന നീർമിഴിപ്പീലി, ആനവട്ടം പോലൊരാട്ടല്ലേ പെണ്ണിൻ്റെ ചാടുന്ന നീർമിഴിപ്പീലി. രാഗി വിരുക്കിയ കൊമ്പുകളുള്ളൊരു കൊമ്പനാനക്കൂട്ടമാണ്, രാഗി മിനുക്കിയ കൊമ്പുകളുള്ളൊരു കൊമ്പനാനക്കൂട്ടമാണ്. ചാട്ടുളി കണ്ണുണ്ട് കണ്ട കൊതിക്കണ നോട്ടമത പെണ്ണെറിഞ്ഞ്, ചാട്ടുളി കണ്ണുണ്ട് കണ്ട കൊതിക്കണ നോട്ടമത പെണ്ണെറിഞ്ഞ്. തൃശ്ശൂരു പൂരൊരു പൂരാടി പെണ്ണെ പറമേക്കാവൊരു കാവ്, പറമേക്കാവില് പൂരം നടക്കുമ്പോ കണ്ടടി ഞാനൊരു നോട്ടം. ഓ സൂപ്പർ, അടിപൊളി. താങ്ക് യു. ഇനി പാട്ട് പാടാനാണെ കുറെ ഉണ്ടല്ലേ? ഇനി ഉണ്ട്. ഇനിയും ഉണ്ട്. അപ്പൊ ഇനി ഒരുപാട് പാട്ടുകളായിട്ട് നമ്മൾ ഉടനെ ഇരിക്കും ഇങ്ങനെ അല്ലേ? ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. അപ്പം ഗോഡ്വിന്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനി ഒരുപാട് പാട്ടുകൾ പാടട്ടെ. ഗോഡ്വിൻ നേരത്തെ പറഞ്ഞ പോലെ സിത്താര ചേച്ചിയെയും ഡാപ്സിയും ഒക്കെ കാണുവാനിടയാവട്ടെ കേട്ടോ. ഇനിയും ഗോഡ്വിൻ എന്തോ ഇൻസ്റ്റാഗ്രാമിൽ കുറെ റീൽസ് റീച്ച് ആവണം, ഫോളോവേഴ്സ് വരണം എന്നൊക്കെയാണ് ആഗ്രഹം? അങ്ങനെയല്ല, ഞാനിത് ശരിക്കും ഇങ്ങനെ ഒരു ഉദ്ദേശം വെച്ച് തുടങ്ങിയതല്ല. ശരിക്കും പറഞ്ഞാൽ ഞാനിത് ചുമ്മാ വീട്ടിലിരിക്കുകയാണല്ലോ, അപ്പം അതുകൊണ്ട് ചുമ്മാ ഞാൻ ആദ്യം പോലെ ഓൺ വോയിസ് വീഡിയോസ് ഇടൂലായിരുന്നു. ഇങ്ങനത്തെ വീഡിയോസ് അല്ലായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. ചുമ്മാ ഈ സിനിമ ഡയലോഗ്സും പിന്നെ ഇതേപോലെയുള്ള പാട്ടുകളുടെ ഡബ് ചെയ്തിട്ടുള്ള നമ്മൾ ഈ ഡബ് സ്മാഷ് സംഭവമില്ലേ, അതേപോലെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒരു ഡബ് സ്മാഷ് ചെയ്തപ്പോൾ കുന്നിക്കുരു കണ്ടവൾക്ക് നോക്കാനൊരു നോട്ടം കണ്ട ആ പാട്ടിന് ഒരുവിധം ലൈക്ക് കിട്ടി. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ ഓൺ വോയിസ് ഒരു പാട്ടൊക്കെ ഇട്ട് വയ്ക്കുക, ഒരു പാട്ടൊക്കെ വിചാരിച്ചല്ലേ, ഒരു പാട്ടൊക്കെ ഇട്ട് വയ്ക്കുക. അപ്പം അതിന് വലിയ റീച്ചൊന്നും കിട്ടിയില്ലെങ്കിൽ ഞാൻ ചുമ്മാ ഒരു പാട്ടും കൂടെ അങ്ങ് പാടി എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്, ഞാൻ നേരത്തെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിന് ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ് ഞാൻ പാടി ഇടാറ്. അങ്ങനെ ഇട്ട് നോക്കി. അപ്പം അതിനൊരു ലൈക്കൊക്കെ കിട്ടി. ഇച്ചിരിച്ചാണെങ്കിൽ നമുക്ക് ലൈക്ക് കിട്ടുമ്പോൾ ഒരു സുഖമാണല്ലോ, ഒരു സന്തോഷമല്ലേ. ലൈക്ക് ഞാൻ നോക്കാറില്ല, വ്യൂസ് ആക്കുന്നത് ഞാൻ എന്തെങ്കിലും നോക്കാറില്ല. കാരണം എനിക്ക് അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു, ഇത് ശരിക്കും ഒന്നും അറിയത്തില്ലായിരുന്നു. ചുമ്മാ ഇത് ട്രൈ ചെയ്ത് നമ്മൾ ഈ പരീക്ഷ ഞാൻ 10ാം ക്ലാസ് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പരീക്ഷ ടൈമിൽ പരീക്ഷയ്ക്ക് പോകാനായിട്ട് ഇരിക്കുമ്പോൾ ഡ്രസ്സൊക്കെ മാറി ഇരിക്കുമ്പോൾ ആ ടൈമിൽ വണ്ടിയൊക്കെ വന്നതിന് ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പിൽ ഇങ്ങനെ ചുമ്മാ നോക്കി ഇങ്ങനെ ചെയ്യുന്നതായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചെയ്ത് പതുക്കെ ക്ലിക്കായി തുടങ്ങിയതാണ്. ആൾക്കാർ തുടക്കം ഇഷ്ടപ്പെട്ട് തുടങ്ങി അവർക്ക്. അപ്പോൾ പിന്നെ ഞാൻ ഇഷ്ടപ്പെട്ട ആൾക്കാരല്ലേ, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ വീഡിയോസൊക്കെ ഇട്ടു തുടങ്ങി, നന്നായിട്ട് നോക്കി. എനിക്കിഷ്ടപ്പെടുന്ന പാട്ടുകളൊക്കെ ഏതാണെങ്കിലും ഞാൻ എടുത്തിടും. നിന്നെ എല്ലാവർക്കും ഇഷ്ടമാടാ, നിന്റെ പാട്ടാണെങ്കിലും നിന്റെ സംസാരമാണെങ്കിലും കേട്ടിരിക്കാൻ നല്ല ഇമ്പമാണ്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. സൂപ്പറായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇപ്പം പാടിയതൊരു 40-50 പാട്ടാണെങ്കിൽ അത് 1000ആയിട്ട് മാറട്ടെ. ഒരുപാട് ആളുകൾ അംഗീകരിക്കട്ടെ. ഇപ്പം തന്നെ അംഗീകരിച്ചു കഴിഞ്ഞു നിന്നെ, ഇനി കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ ഗോഡ്വിൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ദൈവത്തിൻ്റെ സമ്മാനം. താങ്ക് യു സോ മച്ച്. ഓക്കെടാ. ഓക്കെ.